നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പിനിടയ്ക്ക് വെച്ച് പരസ്യമായിട്ട് തനിക്ക് അത്ലറ്റിക്കോ മാഡ്രിഡ് വിടണം എന്ന് പറഞ്ഞ ഹുലിൻ ആൽവാരസിന് മുന്നിൽ ഇനി 3 വഴികളെ അവശേഷിക്കുന്നുള്ളൂ. അതായത് വിടാൻ ഇപ്പോൾ എന്തായാലും അത്ലറ്റിക്കോ മാഡ്രിഡ് തയ്യാറാവുന്നില്ല. ബാഴ്സ കൊടുത്ത ബിഡ് അവരിതുവരെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. 100 മില്യൺ യൂറോയുടെ ബിഡാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. മറ്റ് ക്ലബ്ബുകൾ താരത്തിനായിട്ട് രംഗത്തുണ്ട്. ബാഴ്സക്ക് കൊടുക്കില്ല എന്നൊരു നിലപാടിലാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് എന്ന് ചില സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. എന്നാൽ ഹുലിൻ ആൽവാരസിൻ്റെ ആഗ്രഹം, സ്വപ്നം ബാഴ്സക്ക് വേണ്ടി കളിക്കുക എന്നുള്ളതുമാണ്. അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ മുന്നിൽ 3 വഴികളാണ് അവശേഷിക്കുന്നത്. അതിൽ തങ്ങൾക്ക് അനുകൂലമായ വഴി ഹുലിൻ ആൽവാരസ് തിരഞ്ഞെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ബാഴ്സലോണ കാത്തിരിക്കുന്നത്. ഒന്നാമത്തെ വഴി, അപ്പോളജൈസ് ആൻഡ് ട്രൈ ടു മെൻഡ് ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ്. മാപ്പ് പറയുക എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് പറഞ്ഞാണ്. അദ്ദേഹത്തിന് ഇനിയും 2029 വരെ അത്ലറ്റിക്കോ മാഡ്രിഡിൽ കോൺട്രാക്റ്റ് ഉണ്ടെന്നിരിക്കെ ആ കോൺട്രാക്റ്റുള്ള താരം ഒഫീഷ്യലി പറയുകയാണ് എല്ലാവർക്കും നല്ലത് താൻ ക്ലബ്ബ് വിടുന്നതാണ്, തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണെന്നൊക്കെ പരസ്യമായിട്ട് പറയുക. അത് ശരിയല്ലല്ലോ. അങ്ങനെ സംഭവിക്കുമ്പോൾ ക്ലബ്ബുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുകയും ചെയ്യും. അപ്പോൾ അത് ഇനി വീണ്ടും നല്ല രൂപത്തിലേക്ക് ആക്കണമെങ്കിൽ ആദ്യം മാപ്പ് പറയണം, പിന്നെ നല്ല രൂപത്തിൽ അവിടെ മിങ്കിൾ ചെയ്ത് മുന്നോട്ട് പോവുകയും വേണം. അതാണൊരു വഴി. അതിന് ഹുലിയൻ തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. ഓഗസ്റ്റ് 9 താരത്തോട് ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിലെന്ത് സംഭവിക്കുന്നതാണ് അറിയേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടേക്ക് ആൻ എക്സ്ട്രാ സ്റ്റെപ്പ് ഫോർ ദി സേക്ക് ഓഫ് ബാഴ്സലോണയിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ഇനി ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് എടുക്കുക. എക്സ്ട്രാ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വീണ്ടും തുറന്നു പറയുക, അവിടെ പോയി ജോയിൻ ചെയ്യുക, അവിടെ ഓഗസ്റ്റ് 9 ജോയിൻ ചെയ്യുക, എന്നിട്ട് ക്ലബിനോട് ആവശ്യപ്പെടുക തനിക്ക് എന്തായാലും പുറത്തു പോകണം, ഇവിടെ തുടരാൻ പറ്റില്ല, ട്രെയിനിങ് ക്യാമ്പിൽ ട്രെയിനിങ് നടത്താതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള എക്സ്ട്രീം സ്റ്റെപ്പുകൾ എടുക്കാം. വിക്ടർ ഗ്യോക്കറസ് ആഴ്സണലിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് പോർച്ചുഗീസ് ക്ലബ്ബ് ചെയ്ത് നമ്മൾ കണ്ടില്ലേ. എന്തിന് ഫിലിപ്പെ കുട്ടിഞ്ഞോ അത് ലിവർപൂളിൽ നിന്ന് ബാഴ്സലോണയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി എടുത്ത സ്റ്റെപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. ട്രെയിനിങ്ങിനൊന്നും വരാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് പക്ഷേ നല്ല രൂപത്തിലുള്ളൊരു എക്സിറ്റ് ആയിരിക്കില്ല. അങ്ങനെ ചെയ്യും, അങ്ങനെ ഒരു എക്സ്ട്രാ പുഷ് എടുക്കും ഹുലിൻ ആൽവാരസ് എന്ന പ്രതീക്ഷയിലാണ് ബാഴ്സലോണ ഉള്ളത്. ഇനി ഒരു എക്സ്ട്രാ പുഷ് ഹുലിൻ ആൽവാരസ് എടുത്താൽ മാത്രമേ ബാഴ്സയ്ക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യാനും കഴിയുകയുള്ളൂ. അപ്പോൾ അത് നടക്കുമെന്ന പ്രതീക്ഷയിലാണ് ബാഴ്സ ഇരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, അഗ്രി വിത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ്, ബ്രിങ് ഇൻ ഗുഡ് ഓഫർ ഫ്രം ഔട്ട്സൈഡ് സ്പെയിൻ ഇൻ ഓർഡർ ടു ലീവ്. ക്ലബ്ബ് വിട്ടു പോകാൻ അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് നല്ല നിലയിലേക്ക് മാറിയിട്ട് പുറത്തു നിന്ന്, അതായത് സ്പെയിനിലല്ല മറ്റ് ക്ലബ്ബുകൾ, ഇപ്പം ആഴ്സണലിന് താരത്തിൽ താല്പര്യമുണ്ടെന്നും പ്രീമിയർ ലീഗിലെ മറ്റ് ക്ലബ്ബുകൾക്ക് താല്പര്യമുണ്ടെന്നും ഈവൻ PSG താല്പര്യമുണ്ടെന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ബിഡുകൾ കൊണ്ടുവരാൻ നോക്കുക. അതായത് ബാഴ്സലോണയിലേക്കല്ലാതെ അത്ലറ്റിക്കോ മാഡ്രിഡ് വിട്ട് സ്പെയിനിന് പുറത്തേക്ക് പോയി. 3 ഓപ്ഷൻസാണുള്ളത്. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ നടക്കും എന്ന പ്രതീക്ഷയിലാണ് ബാഴ്സ ഉള്ളത്. പക്ഷേ അത് ഇതിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വഴിയാണ്. ഹുലിൻ അത് തിരഞ്ഞെടുക്കുമ്പോൾ കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.